മണിക്കൂറുകൾക്ക് മുമ്പാണ് സീരിയൽ നടി അൻഷിത തന്റെ കൂട്ടുകാരിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സന്തോഷത്തോടെ അവൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞ അൻഷിത ഇപ്പോഴിതാ വിവാഹവേദിയിൽ പൊട്ടിക്കരയുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂട്ടുകാരികളെല്ലാം നിറകണ്ണുകളോടെയാണ് ശ്രേയയുടെ താലികെട്ട് കണ്ടു നിൽക്കുന്നതെങ്കിലും അൻഷിത വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു. കരച്ചിലടക്കാൻ കഴിയാതെ അൻഷിത ദീർഘശ്വാസമെടുക്കുന്നതും കൂട്ടുകാരിയുടെ കൈചേർത്ത് പിടിച്ച് സമാധാനിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. അത്ര വലിയ സുഹൃത്തുക്കളാണ് അൻഷിതയും ശ്രേയയും. അൻഷിത നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ശ്രേയ ഒപ്പം നിന്നിരുന്നു. 7-8 പേർ അടങ്ങുന്ന ഈ സുഹൃത്ത് സംഘം ആഘോഷമാക്കിയ വിവാഹം കൂടിയായിരുന്നു ഇത്. ഇതിൻ്റെ മനോഹരമായ നിമിഷങ്ങളെല്ലാം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അൻഷിതയ്ക്കൊപ്പം തമിഴ് സീരിയലിൽ അഭിനയിച്ച നടിയാണ് ശ്രേയ. അങ്ങനെയാണ് അൻഷിതയുമായി കൂട്ടാവുന്നതും. സൂര്യ മ്യൂസിക്കിൽ വിജയായും, വിജയ് ടെലിവിഷനിൽ നടിയായും, സീ തമിഴിൽ നർത്തകിയായുമെല്ലാം ശ്രേയ പങ്കെടുത്തിരുന്നു. രോഹിത് നരസിംഹൻ എന്ന യുവാവാണ് ശ്രേയയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. മനോഹരമായ ദമ്പതികൾക്ക് ഒരു മനോഹരമായ ദിവസം. അഭിനന്ദനങ്ങൾ. പ്രിയ ദമ്പതികൾക്ക് സ്നേഹവും സന്തോഷവും അനന്തമായ ഓർമ്മകളും നിറഞ്ഞ മനോഹരമായ ഒരു യാത്ര ആശംസിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകട്ടെ. നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം സന്തോഷവും ചിരിയും സ്നേഹവും കൊണ്ട് നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇരുവരെയും ടാഗ് ചെയ്തുകൊണ്ട് അൻഷിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മുന്തിരി നിറമുള്ള ധാവണിയിൽ സുന്ദരിയായാണ് അൻഷിത കല്യാണത്തിന് എത്തിയത്. കൂട്ടുകാരികളെല്ലാം ധാവണിയായിരുന്നു ധരിച്ചത്. അതേസമയം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അൻഷിത ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും സജീവമായ അൻഷിതയ്ക്ക് അവിടെയും ആരാധകർ ഏറെയായിരുന്നു. തമിഴിൽ ചെല്ലമ്മ എന്ന സീരിയലിലൂടെയാണ് അൻഷിത ശ്രദ്ധ നേടിയത്. എന്നാൽ ഈ 2 സീരിയലുകൾക്കും ശേഷം അൻഷിതയെ തേടി ഒരു പ്രൊജക്റ്റ് പോലും വന്നില്ല. അൻഷിതയുടെ കരിയറിന് എന്ത് സംഭവിച്ചുവെന്ന് പലരും തിരക്കുമ്പോൾ ഇപ്പോൾ മോഡലിങ്ങിലൂടെയും സജീവമായി നിൽക്കാനുള്ള ശ്രമമാണ് നടി നടത്തുന്നത്. അൻഷിത ഏറെക്കാലമായി കാത്തിരുന്ന സ്വപ്ന വീട് മാസങ്ങൾക്ക് മുമ്പാണ് പൂർത്തീകരിച്ചത്. 1.5 കോടിയോളം രൂപ ചെലവിട്ടായിരുന്നു അൻഷിത വീട് പണിതത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സീരിയൽ മേഖലയിലേക്ക് എത്തിയ അൻഷിത ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. 13ാമത്തെ വയസ്സിലാണ് അൻഷിതയുടെ ഉമ്മ വിവാഹം കഴിച്ചത്. എന്നാൽ ആ ദാമ്പത്യ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. തുടർന്ന് അൻഷിത 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപ്പയും ഉമ്മയും വേർപിരിഞ്ഞത്. ഒരു സഹോദരൻ കൂടിയുണ്ട് അൻഷിതയ്ക്ക്. ഉമ്മയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഉപ്പ 2ാം വിവാഹം കഴിച്ചെങ്കിലും വിദേശത്തായിരുന്ന ഉമ്മ തനിച്ചു തന്നെ ജീവിതം തുടരുകയായിരുന്നു. ഏറെ വേദനകൾ അനുഭവിച്ച കുട്ടിക്കാലത്ത് ആരും അൻഷിതയെയും അനുജനെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അൻഷിത അഭിനയ രംഗത്തേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഉമ്മയായിരുന്നു. അങ്ങനെ 24ാം വയസ്സിലാണ് കൂടെവിടെ എന്ന പരമ്പരയിലൂടെ അൻഷിത അഭിനയ രംഗത്തേക്ക് എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.